മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്നുള്ള ഒരു റിപ്പോർട്ട് മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട്: ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ പാരായണം ചെയ്യുവീൻ. ആ ഹദീസ് 3 കാരണങ്ങളാൽ അത് ദുർബലമാണ് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല തന്നെ അദ്ദേഹത്തിന്റെ തൽഖീസുൽ ഹുബൈർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മഹാനായ മാലിക്കി ഇമാമിന്റെ പണ്ഡിതൻ അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ല, ഞാനിത് പറയുന്നത് മരിച്ചയിടത്ത് യാസീൻ ഓതണം എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാക്കൾ പറയും അതൊന്നും ഇല്ല, അങ്ങനെ ഒരു ഹദീസ് സഹീഹായി വന്നിട്ടില്ല, അങ്ങനെ ഒരു നബിചര്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ പറയും, കണ്ടോ, നന്മ മുടക്കികളാണ്, യാസീനിനോട് വെറുപ്പുള്ളവരാണ്, മരിച്ചോർക്ക് വേണ്ടി ഒന്നും പാടില്ലാത്തവരാണ്, മരിച്ചോടത്ത് മാതൃഭൂമിയോതാ, മനോരമ വായിക്കാ, അതൊക്കെ പറയുന്നവരാണ്, രാഷ്ട്രീയം പറയാമെന്ന് പറയുന്നവരാണ്, എന്നാലും ഖുർആൻ ഓതിക്കൂടാന്ന് പറയുന്നവരാണ്, നന്മകളിൽ നിന്ന് ജനങ്ങളെ വഴിമുടക്കുന്ന പിഴച്ച ഇബ്ലീസിന്റെ സന്തതികളാണിവർ എന്നൊക്കെ കാട് കയറി പറയുമ്പോ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഹദീസിനെ സംബന്ധിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്ന മഹാനായ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം ഹിജ്റ 418 മഹാനവറുകളുടെ ജനനമുണ്ടായത്. ഹിജ്റ 543 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തെ കുറിച്ച് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു ഖാദിയായിരുന്നു അദ്ദേഹം, മഹാരഥനായ ഒരു മുഫസ്സിർ അഥവാ ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു അദ്ദേഹം, അറിയപ്പെട്ട കർമ്മശാസ്ത്ര വിശാരദനായ ഫഖീഹായിരുന്നു അദ്ദേഹം, അറിയപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ച് നല്ല കൃത്യവും വ്യക്തവുമായ കഴിവുള്ള മുഹദ്ദിസായിരുന്നു അദ്ദേഹം എന്നൊക്കെയുള്ള പ്രത്യേക ശ്രേഷ്ഠതകൾ പറയപ്പെട്ട മഹാനായ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഇമാം തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥമായ സുനനു തിർമിദിക്ക് ഒരു ശറഹ്, ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ആരിദത്തുൽ അഹ്വദി എന്നാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഏത്? ഈ യാസീനിനെ, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഹദീസുഹാ ദഈഫുൻ ഫലം നുഖ്ബിൽ അലൈഹി, ആ ഹദീസ് സഹിഹല്ല, അവിടെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. വലിന്നാസി, ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ കുറെ അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ വദാലിക കുല്ലുഹു ലാ അസ്ല ലഹു, അതിനൊന്നും ഒരടിസ്ഥാനമില്ല. കുറെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്, കുറെ റിപ്പോർട്ട് ഈ യാസീന്റെ ഫളായിലുകളുടെ കാര്യത്തിൽ ഞാനും ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനൊന്നും ഒരസ്ലില്ലാന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് റവാ അബൂ ദാവൂദ് ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും, മരണപ്പെട്ടവരുടെ മേൽ നിങ്ങളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന റിപ്പോർട്ട് വലം യസിഹാൻ, അത് സഹീഹല്ലാന്ന്. ഇനി നമ്മളെ പേരിൽ കുതിര കയറണ്ട, നമ്മളെ പേരിൽ പറയുന്നതൊക്കെ ഇതിനെ സഹീഹല്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ചാർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് നല്ല മനോധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനത് ഇത്ര വ്യക്തമായി പറയുന്നത്, യാസീൻ വിരോധികളാണ്, യാസീൻ ഓതാൻ പാടില്ല എന്ന് പറയുന്നവരാണ്, യാസീനോട് വെറുപ്പുള്ളവരാണ്. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഏതക്ഷരം പാരായണം ചെയ്താലും 1 10 പ്രതിഫലമുണ്ട്. പക്ഷേ ഇന്ന അധ്യായം ഇന്ന സ്ഥലത്ത് പാരായണം ചെയ്താൽ അതുകൊണ്ട് ഇന്ന മഹത്വമുണ്ടെന്ന് പറയുവാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. അതിന്റെ അതോറിറ്റി പറയണം, അതൊന്നുകിൽ അള്ളാഹു പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഹീ ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അവിടുന്ന് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടത് മുഴുവനും ആമന്നാ വസല്ലംനാ, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഹദീസ് സഹീഹല്ലെന്ന് പ്രഗൽഭര് പറയുന്നു. എന്നാൽ ഇത് സഹീഹാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരുണ്ടാകും. അവർ തന്നെയും പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി അല്ല യാസീനോദനം എന്ന് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഐ മൻ ഹദറഹുൽ മൗതു, മരണം ആസന്നമായവരുടെ അടുക്കൽ യാസീനോദുക എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് ഇത് സഹീഹാണെന്ന് വിചാരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പോലും വ്യാഖ്യാനിക്കുന്നു. അപ്പൊ മരണം ആസന്നമായവന്റെ അടുക്കൽ യാസീനോദാൻ എന്താ? യാസീനിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. തൗഹീദിനെ സംബന്ധിച്ച്, ആഖിറത്തിനെ സംബന്ധിച്ച്, തിരുദൂതരെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമികമായ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന 83 ആയത്തുകളുള്ള, അല്ലെങ്കിൽ 82 ആയത്തുകളുള്ള ഒരധ്യായമാണ് സൂറത്ത് യാസീൻ. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് മരണം ആസന്നമായ വേളയിൽ അവന്റെ അടുക്കൽ ഖുർആൻ ഓതപ്പെട്ടാൽ, യാസീൻ ഓതപ്പെട്ടാൽ, അവന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് ഇറങ്ങി വരും എന്ന് മാത്രമല്ല,
സൂറത്ത് യാസീനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും സമാനമായ നിലക്ക് അവിടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും 10 മലക്കുകൾ സ്പെഷ്യലായി അവിടെ ഇറങ്ങുകയും ചെയ്യും. ആ 10 മലക്കുകൾ എന്തു ചെയ്യും? യഖൂമൂന ബൈന യദൈഹി സുഫൂഫൻ യുസല്ലൂന അലൈഹി. അവൻ മരിക്കുന്ന വേളയിൽ അവന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടി സ്വഫായിട്ട് ഈ 10 മലക്കുകൾ ഉണ്ടാകും. വയസ്തഗ്ഫിറൂന ലഹു, ഈ വ്യക്തിക്ക് വേണ്ടി പാപമോചനത്തിന് അവർ തേടും. വയഷ്ഹദൂന ഗുസ്ലഹു, അവന്റെ ജനാസ കുളിപ്പിക്കാൻ അവരും ഉണ്ടാകും. വയുശയ്യിഊന ജനാസതഹു, അവന്റെ ജനാസക്ക് അവരും ഹാജരാകും. അവന് വേണ്ടി അവർ നമസ്കരിക്കും. തീർന്നില്ല, അവന്റെ ഖബർസ്ഥാനിലും അവരുണ്ടാകും. അവനെ ഖബറടക്കുന്നതിനും മലക്കുകൾ സാക്ഷി നിൽക്കും. മരണത്തിന്റെ വേദനയുള്ള ഘട്ടത്തിൽ ആരെങ്കിലും യാസീനോദിയാൽ ആ വ്യക്തിയുടെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുകയില്ല. ഏതുവരെ? ഹത്താ യജീഅഹു റിദ്വാനു ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് അവിടെ എത്തുവോളം. റിദ്വാൻ എന്ന മലക്ക് സ്വർഗത്തിൽ നിന്ന് വരിക എന്തും കൊണ്ടാണ്? ബി ശുർബത്തിൻ മിൻ ശറാബിൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു കൊപ്പ് പാനീയവുമായിട്ടാണ് വരിക. ഫയശ്റബുഹാ അലാ ഫിറാശിഹി, അങ്ങനെ ഈ മരണമാസന്നമായി കിടക്കുന്ന വ്യക്തി അയാൾ ആ കിടന്ന വിരിപ്പിൽ കിടന്നുകൊണ്ട് അത് കുടിക്കും. എന്നിട്ടാണ് മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ വഹുവ റയ്യാൻ, ഈ വ്യക്തി നല്ല ദാഹം തീർന്നിട്ടുണ്ടാകും. ഫയംകുസു ഫീ ഖബരിഹി, എന്നിട്ട് അയാളുടെ ഖബറിൽ അദ്ദേഹം കഴിച്ചു കൂട്ടുമ്പോൾ വഹുവ റയ്യാനുൻ, ദാഹം തീർന്ന നിലക്കായിരിക്കും കാലാകാലം ഖബറിൽ ഉണ്ടാവുക. വയുബഅസു യൗമൽ ഖിയാമ വഹുവ റയ്യാൻ, പരലോകത്തേക്ക് ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും അയാൾ ദാഹം തീർന്ന അവസ്ഥയിലായിരിക്കും. വലാ യഹ്താജു ഇലാ ഹൗളിൻ മിൻ ഹിയാളിൽ അംബിയാഇ ഹത്താ യദ്ഖുലൽ ജന്നത വഹുവ റയ്യാൻ, അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടുന്ന ഹൗലുകളിൽ ഒരാളുടെ ഹൗലിലേക്കും ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്തത്ര ഇയാൾ ദാഹം തീർന്ന വയറ് നിറഞ്ഞ നിലയിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. കെട്ടുകഥയാണ്, കള്ളഹദീസാണ്, സഹീഹല്ല. ആരേത് പറഞ്ഞു? ആരാ അങ്ങനെ രീതി പഠിപ്പിച്ചത്? ആരാ ഇവർക്കിതിന് അധികാരം കൊടുത്തത്? ഇവർക്കിതിന് ആരാണ് അധികാരം കൊടുത്തത്? ഇങ്ങനെയാണ് ഓരോ സൂറത്തിന്റെയും ഇങ്ങനെ മഹത്വവും പുണ്യമൊക്കെ പറയാ, എന്നിട്ട് അങ്ങനെ ആളുകളെ പൊട്ടീസാക്കുക. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ, യാസീൻ വിരോധി, ഖുർആൻ വിരോധി. ഇവർക്ക് ഖുർആനോട് വെറുപ്പാണ്, യാസീനോട് വെറുപ്പാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുപ്പാണ്, ഫാത്തിഹനോട് വെറുപ്പാണ്. ഇങ്ങനെ പറയും, നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിധത്തിൽ ഇങ്ങനെ പ്രത്യേകമായി യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയപ്പെടുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം.